എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 29/11/2025 നടത്തിയ LGS ലെവൽ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 161/2025. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്നും പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം ഏത്? ഓപ്ഷൻ ബി ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി പണ്ഡിത രമാബായി. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ. ഓപ്ഷൻ ഡി വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക. മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടു ചിന്താധാരകൾ ഉടലെടുത്തു. ഓപ്ഷൻ ഡി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഭരണഘടനാ ദിനം. ഓപ്ഷൻ ബി നവംബർ 26. ഏത് ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ഓപ്ഷൻ സി 42ാം ഭേദഗതി. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം. ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ സി പാർലമെൻറ്റ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. ഓപ്ഷൻ എ 1925. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഓപ്ഷൻ ഡി ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ സി അയ്യങ്കാളി. വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ. ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. വരിക വരിക സഹചരെ സഹന സമര സമയമായി. ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ഉപ്പു സത്യാഗ്രഹം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത്. ഓപ്ഷൻ ഡി ഉള്ളൊഴുക്ക്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്. ഓപ്ഷൻ സി ദിവ്യ ദേശ്മുഖ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ. ഓപ്ഷൻ ഡി സർ സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര്. ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം. ഓപ്ഷൻ എ ഇന്ത്യ. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം. ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം. ഓപ്ഷൻ സി ഉത്തര മഹാസമതലം. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഓപ്ഷൻ ബി വടക്ക് കിഴക്കൻ മൺസൂൺ. ഇന്ത്യയുടെ മാനക രേഖാംശം. ഓപ്ഷൻ ഡി 86 ഡിഗ്രി 30.
ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഓപ്ഷൻ എ ഹൈദരാബാദ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ ഡി നീലഗിരി കുന്നുകൾ. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? ഓപ്ഷൻ സി ഗുജറാത്ത്. ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ? ഓപ്ഷൻ എ നെടുങ്കണ്ടം. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? ഓപ്ഷൻ ബി മാനാഞ്ചിറ തടാകം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ഓപ്ഷൻ എ വടക്ക് കിഴക്കൻ മൺസൂൺ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതാണ്? ഓപ്ഷൻ ഡി NH 544. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ സി വയനാട്. തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി കണ്ടെത്തുക. ഓപ്ഷൻ ഡി പെരിയാർ. ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ബി മലപ്പുറം. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ സി ജോൺ ജോസഫ് മർഫി. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം? ഓപ്ഷൻ സി മംഗളവനം. ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ്? ഓപ്ഷൻ ബി ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ എ കണ്ണൂർ. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി എറണാകുളം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര്? ഓപ്ഷൻ ബി ഗഗൻയാൻ. ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? ഓപ്ഷൻ എ സ്വാതി തിരുനാൾ മഹാരാജാവ്. സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ റൂർക്കേല, ഭിലായ്, ദുർഗാപൂർ, ബൊക്കാറോ? ഓപ്ഷൻ സി 2, 4 മാത്രം. ഭിലായിയും ബൊക്കാറോയുമാണ് സോവിയറ്റ് യൂണിയൻ്റെ സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. റൂർക്കേല ജർമ്മനിയുടെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചത്. ദുർഗാപൂർ UK സഹായത്തോടെയും. ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? ഓപ്ഷൻ ഡി ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു. സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഫുട്ബോൾ. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ഡി മറിയ കൊറീന. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? ഓപ്ഷൻ സി CP രാധാകൃഷ്ണൻ. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ? ഓപ്ഷൻ ഡി മോഹൻലാൽ, അടൂർ ഗോപാലകൃഷ്ണൻ. 2028 ഒളിമ്പിക്സ് വേദി? ഓപ്ഷൻ എ ലോസ് ആഞ്ചലസ്. തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏതാണ്? ഹീലിയം, മീഥെയ്ൻ, നൈട്രജൻ, നിയോൺ. തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം? ഓപ്ഷൻ ബി മീഥെയ്ൻ. ക്ഷീണിതനും വിളറിയ മുഖത്തോടും കൂടി കാണപ്പെട്ട രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത്? ഓപ്ഷൻ സി ഇരുമ്പ് അടങ്ങിയ ഇലക്കറികൾ. പയറിൻ്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ എ ജ്യോതിക, ഭാഗ്യലക്ഷ്മി. പ്രസ്താവന: ഇടത് വെൻട്രിക്കിളിൻ്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിനേക്കാൾ കട്ടി കൂടുതലാണ്. കാരണം
ഇടത് വെൻട്രിക്കിൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു? ഓപ്ഷൻ ഡി. പ്രസ്താവന ശരിയാണ്, എന്നാൽ കാരണം തെറ്റാണ്. ഇടത് വെൻട്രിക്കിൾ രക്തം സ്വീകരിക്കുന്നത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നല്ല, മറിച്ച് ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന ഇടത് ഏട്രിയത്തിൽ നിന്നാണ്. ഈ രക്തം ഓക്സിജൻ അടങ്ങിയതാണ്. വലത് ഏട്രിയമാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓക്സിജൻ കുറഞ്ഞ രക്തം സ്വീകരിക്കുന്നത്. സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി. പ്രസ്താവന 2, 3 ശരി. സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക. വനസംരക്ഷണത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? ഓപ്ഷൻ സി. BR ഗവായ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി? ഓപ്ഷൻ ബി. ആരോഗ്യം ആനന്ദം. ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി. കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു. ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ സി. ഇവ രണ്ടും. കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ്. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ ബി. സിങ്ക്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം? ഓപ്ഷൻ എ. അക്കൗസ്റ്റിക്സ്. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം? ഓപ്ഷൻ ബി. ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ സി. തമിഴ്നാട്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം? ഓപ്ഷൻ ബി. വിഴിഞ്ഞം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഓപ്ഷൻ ഡി. ശൈലി. താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ശരീരഭാരം പെട്ടെന്ന് കുറയുക, ദുർബലമായ രോഗപ്രതിരോധം, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക, വിട്ടുമാറാത്ത ക്ഷീണം. ഓപ്ഷൻ ബി. എയ്ഡ്സ്. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക. തൈറോയ്ഡ് ഗ്രന്ഥി തൈമോസിൻ, ആഗ്നേയഗ്രന്ഥി ഇൻസുലിൻ, പാനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ, അഡ്രിനൽ ഗ്രന്ഥി കാൽസിറ്റോണിൻ. ശരിയായ ജോഡി ഓപ്ഷൻ ഡി. 2, 3. ആഗ്നേയഗ്രന്ഥി ഇൻസുലിൻ, പാനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് പ്രധാനമായും തൈറോക്സിൻ എന്ന ഹോർമോണും കാൽസിറ്റോണിൻ എന്ന ഹോർമോണുമാണ്. തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. അഡ്രിനൽ ഗ്രന്ഥി പ്രധാനമായും അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, കോർട്ടിസോൾ തുടങ്ങിയ ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. 6 തരം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. ഓപ്ഷൻ സി. 2, 3. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക. സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. വിറ്റാമിൻ B12 കണ, വിറ്റാമിൻ സി നിശാന്തത, വിറ്റാമിൻ B3 പെല്ലാഗ്ര, വിറ്റാമിൻ ഡി സ്കർവി. ശരിയായ ജോഡി ഓപ്ഷൻ സി. വിറ്റാമിൻ B3 പെല്ലാഗ്ര. വിറ്റാമിൻ B12ൻ്റെ കുറവ് മൂലമുണ്ടാകുന്നത് പെർനീഷ്യസ് അനീമിയ ആണ്. കണ ഉണ്ടാകുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്നത് സ്കർവിയാണ്. നിശാന്തത ഉണ്ടാകുന്നത് വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി. വയോ അമൃതം. എംഫിസേമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ എ. ശ്വാസകോശം. സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? ഓപ്ഷൻ സി.
മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർ. താഴെ തന്നിരിക്കുന്നവയിൽ വായു വഴി പകരാത്ത രോഗം കണ്ടെത്തുക. പോളിയോ, വില്ലൻ ചുമ, ചിക്കൻ പോക്സ്, ക്ഷയം. വായു വഴി പകരാത്ത രോഗം. ഓപ്ഷൻ എ പോളിയോ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവന 1, ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ. പ്രസ്താവന 2, വില്ലസുകൾ ജലം, ലവണം ഇവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. ഓപ്ഷൻ ഡി. പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 തെറ്റാണ്. വില്ലസുകളുടെ പ്രധാന ധർമ്മം ദഹിച്ച ആഹാരത്തിലെ പോഷകഘടകങ്ങളുടെ, അതായത് ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ തുടങ്ങിയവയുടെ ആഗിരണമാണ്. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക. ഓപ്ഷൻ ഡി. 2, 4, 5 ശരി. മേരി ഇ ബ്രൻകോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷീമോൺ സാക്കാഗുച്ചി. ഇസ്രയേൽ പലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ സി ഓപ്പറേഷൻ അജയ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. വിഴിഞ്ഞം തുറമുഖം 2025 മെയ് 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഹുവ 15 ആയിരുന്നു. വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി. 1, 3 തെറ്റാണ്. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2 വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് MV സാൻ ഫെർണാണ്ടോ ആയിരുന്നു. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് നേടിയ തപോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത്? ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ. അടുത്തതായി മാത്സ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. 81 ഓപ്ഷൻ എ 1, 82 ഓപ്ഷൻ ഡി 3/8, 83 ഓപ്ഷൻ ബി 1/8, 84 ഓപ്ഷൻ എ 36, 85 ഓപ്ഷൻ സി 1/84, 86 ഓപ്ഷൻ ഡി 20%, 87 ഓപ്ഷൻ സി 1/2, 88 ഓപ്ഷൻ ബി 1.093, 89 ഓപ്ഷൻ ബി 400, 90 ഓപ്ഷൻ സി 15 സെക്കൻഡ്, 91 ഓപ്ഷൻ എ 46, 92 ഓപ്ഷൻ എ 40, 93 ഓപ്ഷൻ ഡി 23, 94 ഓപ്ഷൻ ബി വൃത്തം, 95 ഓപ്ഷൻ സി GTIR, 96 ഓപ്ഷൻ എ 49, 97 ഓപ്ഷൻ സി 3, 9, 18, 3, 12, 5, 98 ഓപ്ഷൻ സി 32, 99 ഓപ്ഷൻ എ 11, 100 ഓപ്ഷൻ ഡി 49. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.